ചെഫ്ചൊവാനിലെ വീടുകൾക്കും കടകൾക്കും മേൽ നീല നിറം തേച്ചുവെച്ചാണ് ജനിച്ചു വീണ നഗരം വിട്ട് അവർ ഇസ്രായേലിലേക്ക് ചേക്കേറിപ്പോയത്. യഹൂദരുടെ ഓർമ്മക്കായി നഗരത്തിലെ മുസ്ലിങ്ങൾ ആ നീല നിറത്തെ പിന്നീട് നിലനിർത്തി. ലോക ചരിത്രത്തിലെ അസാധാരണമായ സദ്ഭാവനകളിൽ ഒന്നിന്റെ കഥ പറയുകയാണ് ഈ മൊറോക്കൻ നഗരം. ഗൾഫ് രാജ്യങ്ങളിൽ റോഡരികിൽ ഈന്തപ്പനകൾ കാണുന്നത് പോലെയാണ് മൊറോക്കോയിൽ ഓറഞ്ച് മരങ്ങൾ. നീല നിറത്തിലുള്ള ഈ ബസിന്റെ പുറകെ പോകുന്നത് നീല നിറമുള്ള ഒരു നഗരത്തിലേക്കാണ്. അതാണ് ചെഫ്ചൊവാൻ. ബസിന്റെ വർണ്ണം യാദൃച്ഛികമായാണ് ഒത്തുവന്നത്. രാജ്യ തലസ്ഥാനത്ത് നിന്ന് ഒരല്പം അകലെയാണെങ്കിലും മൊറോക്കോയിലെത്തുമ്പോൾ സന്ദർശിക്കാൻ മറക്കരുതാത്ത ടൂറിസ്റ്റ് നഗരങ്ങളുടെ കൂട്ടത്തിൽ തീർച്ചയായും ഉണ്ടായിരിക്കേണ്ട പേരാണ് ചെഫ്ചൊവാന്റേത്. യാത്രയുടെ തുടക്കത്തിൽ നാം കാണുന്ന ചില ഗ്രാമങ്ങളും കൊച്ചുപട്ടണങ്ങളുമൊക്കെ ശരിക്കും ഇന്ത്യയാണ് ഓർമ്മിപ്പിക്കുക. പതുക്കെ ഈ കാഴ്ചകൾക്ക് വിരാമമിട്ട് ഹരിതഭംഗിയിൽ കുളിച്ചു നിൽക്കുന്ന മൊട്ടക്കുന്നുകളും പുൽമേടുകളും കടന്നു വരാൻ തുടങ്ങും. പച്ചപുതച്ച മലനിരകൾക്കിടയിലൂടെ സഞ്ചരിക്കുന്നതിനിടെ ഒരു പ്രത്യേക പോയിന്റിലെത്തുമ്പോൾ പൊടുന്നനെയാണ് ചെഫ്ചൊവാൻ നിങ്ങളുടെ കണ്ണിൽപ്പെടുക. ഇതാണ് ആ ദൃശ്യങ്ങൾ. അതുവരെ മുകളിലേക്ക് ചുരം കയറി വന്ന നമ്മൾ ഇനി താഴേക്ക് ഇറങ്ങിയാണ് നേരത്തെ കണ്ട ദൃശ്യമനോഹരമായ ആ നഗരത്തിലേക്ക് എത്തിച്ചേരുന്നത്. ചെഫ്ചൊവാൻ സിറ്റിയിലേക്ക് ജേർണലിസ്റ്റിന്റെ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ നഗരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് മൊറോക്കോയിൽ ബ്ലൂ സിറ്റി എന്നും കൂടിയാണ് അറിയപ്പെടുന്നത്. ബ്ലൂ സിറ്റി ഇങ്ങനെ പേര് വരാനുണ്ടായിരുന്ന കാരണം ഒരു കാലത്ത് യഹൂദ മതവിശ്വാസികളായിരുന്നു ഈ നഗരത്തിൽ കൂടുതലുണ്ടായിരുന്നത്. അവരുടെ സംസ്കാരത്തിന്റെ ബാക്കിയായി അവർ ഇട്ടുപോയിട്ടുള്ള ഈ ഒരു വർണ്ണമാണ്, അല്ലെങ്കിൽ ഈ ഒരു നിറമാണ് ഇന്ന് ചെഫ്ചൊവാനെ വേറിട്ട് നിൽക്കുന്നത്. ചെഫ്ചൊവാനിലെ സ്പാനിഷ് പള്ളി നിൽക്കുന്ന കുന്നിൻ മുകളിൽ നിന്ന് സൂര്യാസ്തമയം നോക്കിക്കാണണമെന്ന് നഗരത്തിലേക്ക് വരുന്ന സഞ്ചാരികളെ ഗൂഗിൾ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ മഴമേഘങ്ങൾ മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിലായിരുന്നു അന്ന് വൈകുന്നേരം ജേർണലിസ്റ്റ് ചെഫ്ചൊവാനിലെത്തിയത്. താഴ്വാരങ്ങളിലേക്ക് എത്തുമ്പോൾ കുറച്ചൊക്കെ കോടയും കാണാനുണ്ടായിരുന്നു. നഗരത്തിലന്ന് ഈദിന്റെ ആഘോഷ ദിവസമായിരുന്നു. മദീന എന്നറിയപ്പെടുന്ന നഗരത്തിന്റെ മാർക്കറ്റിൽ ചെഫ്ചൊവാനിലെ ആബാലവൃദ്ധ ജനങ്ങളും ഒത്തുചേർന്ന ദിവസം. തണുപ്പ് ഏകദേശം 0 ഡിഗ്രിയോടടുത്തിട്ടും അവരുടെ ഉത്സാഹത്തിന് അല്പവും കുറവുണ്ടായിരുന്നില്ല. അവിടെവിടെയായി ചില മാസ്കോട്ടുകൾ കുട്ടികളെ ആകർഷിക്കാനായി നടന്നു നീങ്ങുന്നതൊഴിച്ചാൽ മദീനയിൽ സാധാരണ തുറന്നു വെക്കാറുള്ള കടകളല്ലാതെ അന്നേ ദിവസത്തേക്ക് പ്രത്യേകമായി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ നാട്ടിലേതുപോലെ പാട്ടും ബഹളവുമൊന്നുമില്ലാതെ ഒരുതരം നിശബ്ദമായ ഈദാഘോഷം. റെസ്റ്റോറൻറ്റുകളിൽ നേരത്തെ സീറ്റ് ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഭക്ഷണം കിട്ടാനിടയില്ലെന്ന് എൻ്റെ ഹോട്ടലുടമ ഓർമ്മപ്പെടുത്തിയത് നന്നായി. അദ്ദേഹം കുറേയിടത്ത് വിളിച്ചു ചോദിച്ചതിനു ശേഷം ഒഴിവുണ്ടെന്നറിയിച്ച റെസ്റ്റോറൻറ്റ് ഈ മദീനക്കകത്താണ് ഉണ്ടായിരുന്നത്. രാത്രി 9 മണിക്കായിരുന്നു അവിടെ ചെല്ലേണ്ടത്. കൃത്രിമ വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന ഒരു കോട്ടയുടെ നേരെ എതിർവശത്തായിരുന്നു ഈ റെസ്റ്റോറൻറ്റ്. അതിൻ്റെ മുകളിൽ നിന്നാണ് ഈ രാത്രികാല ദൃശ്യങ്ങളിൽ ചിലത് പകർത്തിയത്. ചെഫ്ചൊവാൻ നഗരത്തിന്റെ നീല നിറത്തെക്കുറിച്ചായിരുന്നല്ലോ പറഞ്ഞു തുടങ്ങിയത്. ഞാൻ താമസിച്ച ഹോട്ടലിന്റെ ടെറസിൽ നിന്ന് പകർത്തിയ അതീവ സുന്ദരമായ പ്രഭാത കാഴ്ചകളാണിത്. ഒരു മല മുഴുവനും നീലച്ചായം തേച്ചു പിടിപ്പിച്ചതുപോലെയാണ് ഈ ദൃശ്യങ്ങൾ. ഹോട്ടൽ തന്നെയും മൂറിഷ് സ്പാനിഷ് മാതൃകകൾ കൂടിക്കലർന്ന സവിശേഷമായ ഒരു നിർമ്മിതിയാണ്. നഗരത്തിന്റെ പുരാതന മാർക്കറ്റായ മദീനയിലേക്ക് നടന്നു പോകുന്ന വഴിയിലെ കുഞ്ഞു കടകൾ പോലും ഇതേ നീല നിറത്തിലാണ് പെയിന്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് മദീനയിലേക്കുള്ള പ്രവേശന കവാടം. ഒരു കാലത്ത് പോർച്ചുഗീസുകാരുടെ ആക്രമണത്തിൽ നിന്നും നഗരത്തെ രക്ഷിച്ചു നിർത്തിയ കോട്ടയാണിത്. 5 നൂറ്റാണ്ടിൻ്റെയെങ്കിലും പഴക്കമുണ്ട് അതിൻ്റെ ചരിത്രത്തിന്. 1471 മൗല അലി ബിൻ റാഷിദ് എന്ന ഭരണാധികാരിയുടെ കാലത്ത് സ്ഥാപിക്കപ്പെട്ട കോട്ടയെ വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ കാലം ബാക്കി വച്ചിട്ടുണ്ട്. ഇന്ന് അതൊരു മ്യൂസിയമായി മാറിയിരിക്കുന്നു. സുൽത്താൻമാർ മൊറോക്കോ ഭരിച്ചപ്പോഴും പിന്നീട് സ്പെയിൻ്റെയും ഫ്രഞ്ചിൻ്റെയും ഒക്കെ അധീനതയിലായ കാലത്തും നഗരത്തിൻ്റെ ഭരണ തലസ്ഥാനമായി ഈ കസബ മാറി. 15-ാം നൂറ്റാണ്ടിൽ സ്പെയിനിൽ നിന്ന് മാറ്റിയൊടിക്കപ്പെട്ട മുസ്ലിങ്ങളും യഹൂദരുമായിരുന്നു ഈ നഗരത്തിലെ ആദ്യകാല താമസക്കാർ. ചരിത്രത്തിൽ റീകോൺകിസ്റ്റ എന്നറിയപ്പെട്ട ക്രൈസ്തവ രാജാക്കന്മാരുടെ ഭാഗത്തു നിന്നും നൂറ്റാണ്ടുകൾ നേരിട്ട മതപീഡനങ്ങൾക്കൊടുവിലാണ് ചെഫ്ചൊവാനിലേക്ക് അവർ കുടിയേറിയത്. 1930-ലാണ് യഹൂദമതത്തിൽ വിശുദ്ധമായി കണക്കാക്കുന്ന നീലനിറം നഗരത്തിന്റെ അടയാളമായി മാറുന്നത്. ഇസ്രയേൽ എന്ന രാജ്യം സ്ഥാപിക്കപ്പെട്ടതോടെ ചെഫ്ചൊവാനിലെ ജൂതമത വിശ്വാസികളും വടക്കൻ ആഫ്രിക്കയിലെ മറ്റ് യഹൂദരെ പോലെ പുതിയ ദേശത്തേക്ക് ചേക്കേറാൻ തുടങ്ങി. മൊറോക്കോ ഉൾപ്പെടെയുള്ള മുസ്ലിം രാജ്യങ്ങളിൽ യഹൂദർക്കെതിരെ പ്രത്യേകിച്ച് ശത്രുതയുടെ സാഹചര്യങ്ങൾ രൂപപ്പെട്ടതുകൊണ്ടായിരുന്നില്ല ഈ കുടിയേറ്റം.
കുറെ കൂടി മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ അന്വേഷിച്ച് ഒഴിഞ്ഞുപോയ നല്ല അയൽക്കാരായിരുന്നു ചെഫ്ചോവാനിലെ യഹൂദർ. അതുവരെ ചുവരുകൾക്ക് വെള്ളയും വാതിലുകൾക്ക് പച്ചനിറവും ഉണ്ടായിരുന്ന നഗരത്തിൽ 1930കളിൽ പുറപ്പെട്ടു പോകുന്നതിന് തൊട്ടു മുമ്പെയാണ് യഹൂദർ നീലനിറം പൂശാൻ തുടങ്ങിയത്. അവർ നാടുവിട്ടു പോയതിനു ശേഷവും നഗരം ഈ വർണ്ണത്തെ മായ്ച്ചു കളഞ്ഞില്ല. കാലക്രമേണ അത് നഗരത്തിന്റെ മൊത്തത്തിലുള്ള അടയാളമായി മാറുകയും ചെയ്തു. ചെഫ്ചോവാൻ നിവാസികളുടെ ഈ നല്ല മനസ്സിന് കാലക്രമേണ യുനെസ്കോയുടെ പ്രശംസ ലഭിക്കുകയും നഗരത്തിലേക്കുള്ള വിനോദസഞ്ചാരത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്നായി അത് മാറുകയും ചെയ്തു. സ്പെയിനിൽ നിന്ന് വന്ന മുസ്ലിങ്ങളും യഹൂദരുമാണ് നഗരത്തിലെ ആദ്യകാല താമസക്കാരെങ്കിലും ബർബറുകൾ എന്നറിയപ്പെടുന്ന മൊറോക്കൻ ഗോത്രവിഭാഗങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും ചെഫ്ചോവാനിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാം. പ്രത്യേകിച്ചും വർണ്ണശബളമായ ബർബർ വസ്ത്രങ്ങളും പരവതാനികളും അവരുടേതായ സവിശേഷമായ ഭക്ഷണ രീതികളുമൊക്കെ ഇവിടെയുണ്ട്. ചെഫ്ചോവാന്റെ മദീനയിൽ സാധാരണ മറ്റെല്ലായിടത്തുമുള്ള കാഴ്ചകളേ ഉള്ളൂ എന്ന് ഒറ്റനോട്ടത്തിൽ തോന്നും. പക്ഷെ ഈ മാർക്കറ്റിനകത്ത് പ്രകടമായ ഒരു അന്തലൂസിയൻ, അതായത് സ്പാനിഷ് പൗരാണികത കാണാനുണ്ട്. റിഫ് മലനിരകളുമായി ലയിച്ചു ചേരുന്ന ഘടനയാണ് നഗരത്തിൻ്റെത്. കയറ്റിറക്കങ്ങൾ ഉണ്ടെങ്കിലും മികച്ച രീതിയിൽ സംവിധാനിക്കപ്പെട്ടതും ഒട്ടും ബഹളമയമല്ലാത്തതുമാണ് ഇവിടുത്തെ ഗലികൾ. പൊതുവെ അവക്ക് നല്ല വിസ്താരവുമുണ്ട്. ജനജീവിതം വലിയൊരളവിൽ അയഞ്ഞ മട്ടിലാണ് മുന്നോട്ടു പോകുന്നത്. സമയം വലിയൊരു ഘടകമേ അല്ല ഇവരുടെ ജീവിതത്തിൽ എന്ന് തോന്നും. ടെറസിന് മുകളിലുള്ള റെസ്റ്റോറൻറ്റുകളിൽ ഒരു ചായക്കപ്പുമായി സമയം കൊല്ലുന്ന എത്രയെങ്കിലും ആളുകളെ കാണാനുണ്ട്. ജനങ്ങളുടെ സംസാര രീതിയിലും ഇടപെടലുകളിലുമൊക്കെ ഒരുതരം ആത്മീയമായ ഭാവമാണ് നിറഞ്ഞു നിൽക്കുന്നത്. മുസ്ലിം ആണെങ്കിൽ സലാം, ഇന്ത്യക്കാർക്ക് നമസ്തേ. ഇന്ത്യ ഇന്ത്യ മുസ്ലിം. മദീനയിലെ പഴയ കോട്ടയോട് ചേർന്നാണ് നഗരത്തിന്റെ സ്ഥാപകനായ മൗല അലി ബിൻ റാഷിദിന്റെ ദർഗ. 15ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് ഒരു മലയുടെ മുകളിൽ അദ്ദേഹം സ്ഥാപിച്ച ഗ്രാമമാണ് ഇന്നത്തെ ചെഫ്ചോവാനായി കാലക്രമത്തിൽ വികസിച്ചത്. അതിശക്തമായ സൂഫി സ്വാധീനമുള്ള പട്ടണങ്ങളിലൊന്നാണിത്. സായന്തനങ്ങളിലെ ദിക്ർ ഹൽക്കകൾ, അതായത് ദൈവത്തിന്റെ മഹത്വം ഉദ്ഘോഷിക്കുന്നതിനുള്ള കൂടിച്ചേരലുകൾക്ക് വേണ്ടിയുള്ള സദസ്സുകൾ നടക്കുന്ന ധാരാളം സാവിയകൾ ഈ ഗലികൾക്കകത്തുണ്ട്. അവരുടെ ജീവിത സമ്പ്രദായങ്ങളിൽ വെള്ളച്ചാട്ടങ്ങൾക്ക് പോലും ആത്മീയതയുമായി ബന്ധമുണ്ടത്രേ. റാസൽ മായി എന്ന ഈ വെള്ളച്ചാട്ടം ഉദാഹരണം. സ്പാനിഷ് മസ്ജിദിലേക്ക് പോകുന്ന വഴിയിൽ മദീന അവസാനിക്കുന്നിടത്തു നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് ഒരൽപ്പം മുകളിലേക്ക് നടന്നാലാണ് ഈ വെള്ളച്ചാട്ടം കാണാനാവുക. മലയുടെ മുകളിൽ നിന്നാണ് അത് താഴേക്ക് ഒലിച്ചെത്തുന്നത്. റാസൽമായി തുടങ്ങുന്നിടത്ത് പണ്ടുകാലത്ത് നിർമ്മിച്ച ഒരു വാട്ടർ മിൽ ഇപ്പോഴുമുണ്ട്. ഈ വെള്ളച്ചാട്ടം താഴേക്കൊഴുകുന്നതിന്റെ ഓരം ചേർന്ന് പോയ കാലത്ത് നിരവധി സൂഫി സാബിയകളും അംഗശുദ്ധി വരുത്താനുള്ള ഹൗദുകളും മറ്റും ഉണ്ടായിരുന്നു. ഈ കാണുന്നത് മൊറോക്കോയിലെത്തുന്ന സഞ്ചാരികൾ രാജ്യത്ത് എവിടെ പോയാലും കാണാനിടയുള്ള ഒരു ദൃശ്യമാണ്. നല്ല വിളഞ്ഞു പഴുത്ത സ്വർണ്ണവർണ്ണമുള്ള ഓറഞ്ചുകൾ. വീടുകളിൽ മാത്രമല്ല ഏത് തെരുവിൽ ചെന്നാലും ഇങ്ങനെയുള്ള ഓറഞ്ച് മരങ്ങൾ കണ്ടെന്നിരിക്കും. അത്ഭുതകരമായിരുന്നു ഈ കാഴ്ച. ഗൾഫ് രാജ്യങ്ങളിലും മറ്റും വഴിയോരങ്ങളിൽ വിളഞ്ഞു പഴുത്ത ഈന്തപ്പഴം തൂങ്ങിക്കിടക്കുന്നതിനെയാണ് ഈ കാഴ്ച ഓർമ്മിപ്പിക്കുക. പക്ഷേ ഈ മരങ്ങൾ ആർക്കും വേണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നതിന് ചെറിയൊരു കാരണം കൂടിയുണ്ട്. മൊറോക്കോയിൽ നമ്മൾ എവിടെ പോകുമ്പോഴും പല നഗരങ്ങളിലെ വീടുകളുടെ മുറ്റത്തൊക്കെ നമുക്ക് വഴിയോരങ്ങളിലൊക്കെ കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് ഇങ്ങനെ പഴുത്ത് വളഞ്ഞു നിൽക്കുന്ന ഓറഞ്ചുകൾ. പക്ഷെ ഇത് തിന്നാൻ കൊള്ളില്ലാത്ത ഓറഞ്ച്, നല്ല കയ്പ്പ് അല്ലെങ്കിൽ കടുത്ത പുളിയാണ് ഇതിൻ്റെ രുചി. പക്ഷെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഗാർഡനിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇത് ഏതാണ്ട് എല്ലാ പ്രദേശങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട്. എല്ലാ ഓറഞ്ചുകളും പക്ഷെ അങ്ങനെയല്ലെന്ന് പിന്നീട് മനസ്സിലായി. റാസൽമായുടെ താഴെ ഭാഗത്ത് സഞ്ചാരികൾക്ക് ഓറഞ്ച് ജ്യൂസ് വിൽക്കുന്ന ധാരാളം കടകളുണ്ട്. അവയ്ക്കിടയിലൂടെയാണ് കുന്നിൻ മുകളിലേക്കുള്ള സ്പാനിഷ് മസ്ജിദിലേക്ക് വഴി തിരിയുന്നത്. ഈ നടപ്പാതയുടെ തുടക്കത്തിൽ കുറെ ചിത്രകാരന്മാർ ഇരിക്കുന്നുണ്ട്. നഗരത്തിന്റെ സോവനീറുകളായി അവർ വരച്ച പെയിന്റിങ്ങുകൾ നിരനിരയായി തൂക്കിയിട്ടത് കാണാം. ഈ വഴിയിലൂടെ മുകളിലേക്ക് ഏകദേശം 20 മിനിറ്റ് നടക്കുമ്പോഴാണ് മസ്ജിദിലേക്ക് എത്തിച്ചേരുന്നത്. ചെഫ്ചോവാന്റെ മനോഹരമായ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടായിരിക്കും മുകളിലേക്കുള്ള ഈ കയറ്റം. ഓരോ വളവുകൾ തിരിയുമ്പോഴും മരങ്ങൾക്കും മലകൾക്കും ഇടയിലൂടെ നഗരത്തെ വ്യത്യസ്തമായ ആംഗിളുകളിൽ കാണാനാവും. കുന്നിന്റെ ഒത്ത നെറുകയിലാണ് മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. പ്രാദേശിക ഭാഷയിൽ ജമാ ബൗസഫർ എന്നാണ് ഈ പള്ളിയുടെ പേര്. 1920-ൽ മൊറോക്കോ സ്പെയിനിന്റെ നിയന്ത്രണത്തിന് കീഴിലായ കാലത്ത് അവിടെ നിന്നും വന്ന പട്ടാളക്കാരാണ് ഈ പള്ളി പണിതുയർത്തിയത്. മഗ്രിബി അറബിക് കാലിഗ്രഫി മാതൃകയിൽ പള്ളിയുടെ മുകൾ ഭാഗത്ത് അല്ലാഹു എന്ന് എഴുതിവെച്ചത് കാണാം. നിലവിൽ ഇതൊരു ഫോട്ടോ സ്പോട്ട് മാത്രമാണ്. ബാങ്ക് വിളിയോ 5 സമയ നമസ്കാരമോ ഈ മസ്ജിദിനകത്ത് നടക്കാറില്ല. അതേസമയം ചെഫ്ചോവാൻ നഗരത്തെ അതിന്റെ പൂർണ്ണ ഭംഗിയോടെ നോക്കിക്കാണാൻ പറ്റിയ ഏറ്റവും മികച്ച സ്പോട്ടാണിത്. സൂര്യാസ്തമയ സമയത്ത് ഈ കുന്നിന് മുകളിൽ നിറയെ ടൂറിസ്റ്റുകൾ ഉണ്ടാവും.
റിഫ് മലനിരകൾക്ക് പിന്നിലേക്ക് മറയുന്ന സൂര്യനെ ഇവിടെ നിന്നാലാണ് ഏറ്റവും മികച്ച പശ്ചാത്തല ഭംഗിയിൽ നോക്കിക്കാണുക. എന്തുകൊണ്ടാണ് ഈ മസ്ജിദ് ആരും ഉപയോഗിക്കാതെ ഉപേക്ഷിക്കപ്പെട്ടതെന്ന ചോദ്യത്തിന് രസകരമായ ഒരു ഉത്തരമുണ്ട്. അന്നാട്ടുകാരെ സ്വാധീനിക്കാനാണ് സ്പെയിനിലെ ഭരണാധികാരികൾ പള്ളി പണിഞ്ഞതെങ്കിലും അധിനിവേശ ശക്തികൾ പണിഞ്ഞ മസ്ജിദിനെ അംഗീകരിക്കാൻ ജനങ്ങൾ കൂട്ടാക്കിയില്ല. ഒട്ടും വിശുദ്ധിയില്ലാത്ത മസ്ജിദാണ് ഇതെന്ന പ്രചാരണവും ശക്തമായി. ജനങ്ങൾ കൂട്ടത്തോടെ ബഹിഷ്കരിച്ചതോടെ 1920കളിൽ തന്നെ ഈ പള്ളി ഉപയോഗശൂന്യമായി മാറിയെന്നാണ് പറയപ്പെടുന്നത്. നിലവിൽ മൊറോക്കോ സർക്കാർ ഒരു ചരിത്ര സ്മാരകം എന്ന നിലയിൽ ഇതിനെ പരിപാലിക്കുന്നുണ്ട്. മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേർണിസ്റ്റ് യാത്രകളുടെ മുൻലക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം നിങ്ങളിലേക്കെത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.